അല്ല ഇതാര് സേതുവാ? മേനോൻ ചേട്ടാ, ചേട്ടന്റെ മോളുടെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് തിരക്കി വന്നിരിക്കുന്നു. ഞാൻ അച്ഛനെ തിരക്കി വന്നൊന്നല്ല, അമ്മോന്റെ ഇവിടെ ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ആഹാ, കോളേജ് തുറന്നോ? അപ്പൊ വെക്കേഷൻ ആയല്ലേ? വെക്കേഷൻ ആയിരുന്നോ? വെക്കേഷൻ തീർന്നു, അതുകൊണ്ടല്ലേ കോളേജ് തുറക്കണേ. ഇപ്പൊ അങ്ങനെ മാറ്റിയാ? ഞാനൊക്കെ പഠിക്കുമ്പോ നേരെ തിരിച്ചായിരുന്നല്ലോ. അതിന് നീലാംബരേട്ടൻ കോളേജിൽ പോയിട്ടുണ്ടോ? പിന്നെ ഇവൻ ജനിച്ചത് തന്നെ കോളേജിലല്ലേ, മെഡിക്കൽ കോളേജില്. ഇപ്പോഴും 1ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യം എഴുതി പഠിക്കുന്നത് ഇവന്റെ പേരല്ലേ? എന്ത് നീലാംബരനാ? അല്ല, തറാന്ന്. എന്തിനാച്ചാ? എടീ, നീ ഇവന്റെ പെടായി കേട്ട് നിൽക്കാണ്ട് അമ്മൂനെ കൂട്ട് നേരത്തെ ഇറങ്ങാൻ നോക്ക്, എന്നാലേ സന്ധ്യയ്ക്ക് ഒന്നും എത്തൂ. എടാ, അത് തൂത്ത് വെളുപ്പിക്കാതെ അതിന് നിറം കറുപ്പാ, വിട്ടാ കുടുംബം വരെ വെളുപ്പിക്കും. ഇയാളുടെ നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാ. മസലം പിടിച്ചു നിൽക്കാൻ ആ പെട്ടിയെടുത്ത് വെക്കണോ? ഇത് പറ്റി ആർക്കുള്ളതാ? ആരാണിപ്പോ ഇവിടുന്ന് യാത്ര പോണത്? അമ്മുവും സേലക്ഷ്മിയും ഹോസ്റ്റലിലേക്ക് പോവുക. ഒന്നും വേണ്ട, എല്ലായിടത്തും അകത്ത് വയ്ക്കാൻ പറ. അല്ല, തിങ്കളാഴ്ച ഇവർക്ക് കോളേജ് തുറക്കില്ലേ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഓ അമ്മോ, നീ ഇനി ഇവിടുന്ന് പുറത്തു പോകണ്ട. ഇനിയുള്ള നിന്റെ പഠിപ്പൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മതി. ഞാൻ സമ്മതിക്കില്ല, എനിക്ക് കോളേജിൽ പോണം. പോണം. വെറുതെ ബഹളം വെക്കേണ്ട അമ്മു. ഒന്നുമില്ലാണ്ട് അച്ഛൻ പറയൂ. നിന്നോട് മാത്രമല്ലല്ലോ, ഈ വീട് വിട്ട് പുറത്തു കൊണ്ടാന്ന് അവനോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താ മനസ്സിലാവാത്തെ? ഏട്ടന്റെ പോലെയാണോ എന്റെ കാര്യം? എനിക്കിനി ഈ ഒരു കൊല്ലം കൂടെ ഉള്ളൂ. ഈ ഒരു കൊല്ലം കഴിഞ്ഞ് നീ അത് മരിച്ചു പോവോ? കല്യാണം കഴിഞ്ഞ ലണ്ടനിലേക്കല്ലേ പോണേ? പിന്നെ നിന്റെ ഇഷ്ടത്തിന് അവിടെ പഠിച്ചൂടെ അമ്മു? ഈ ഒരു കൊല്ലം അച്ഛൻ പറയുന്നത് പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാ മതി. എന്തിനാ ഈ ഒരു വർഷം ആക്കുന്നേ? ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് കല്യാണം വേണ്ട, ലണ്ടനിൽ പോണ്ട. എനിക്ക് വയ്യ നിന്നോട് പറയാം. ഇതും പറഞ്ഞോണ്ട് അച്ഛനടുത്ത് ചെല്ല്, കിട്ടും. പ്ലീസ്, എനിക്ക് കോളേജിൽ പോണം. എന്റെ ഫ്രണ്ട്സ്, എന്റെ ടീച്ചേഴ്സ്, ക്യാമ്പസ്, ആ ഒരു ലൈഫ്. ഈ ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ, അതെല്ലാരും കൂടി ഇങ്ങനെ. അമ്മുക്കുട്ടി, ഇങ്ങനെ വാശി പിടിച്ച് കരയാണ്ട് നീ അച്ഛന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഉത്സവ പറമ്പില് നിന്റെ അമ്മയുടെ നേരെ വരെ ആയുധം ഉയർന്നപ്പോഴാ അച്ഛൻ പതറിപ്പോയത്. ഇപ്പോ നമ്മൾ ഈ പടിപ്പുറത്ത് ഇറങ്ങുന്നവരെ അച്ഛന് പേടിയാ. പിന്നെ അച്ഛൻ എങ്ങനെ എന്നെ പറഞ്ഞയക്കും? എന്ത് ധൈര്യത്തിൽ നിന്നെ കോളേജിൽ വിടും? അതിനല്ലേ ഈ ആളുകൾ ഇൻഫ്ലുവൻസ് ഒക്കെ. ഈ നാട് മുഴുവൻ അച്ഛന്റെ തണല്ല. എന്നിട്ട് അച്ഛൻ വിചാരിച്ച എനിക്ക് ഏട്ടന് ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കാൻ പറ്റില്ലേ? പ്രൊട്ടക്ഷനോ? പോലീസ് പ്രൊട്ടക്ഷനാണോ കോളേജിൽ പഠിക്കാൻ പോണേ? എന്നിട്ട് വേണം നാട്ടുകാരുടെ മുമ്പിൽ നാണംകെടാൻ. നാണക്കേട് ഇപ്പോഴും ഉണ്ടാവും. ഷൺമുഖനെ പേടിച്ച് മകളെ പഠിക്കാൻ പോലും വിടുന്നില്ലെന്ന് പറയില്ലേ നാട്ടുകാര്? അല്ലെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും കോളേജിൽ പറ്റില്ല. നമ്മുടെ ജയകൃഷ്ണനെ അയച്ചാലോ എന്ന് ചോദിക്കുക. ജയകൃഷ്ണയോ? അതെ, അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. പഠിപ്പ് പാതിയിൽ മുടങ്ങിയതാ. ഭാഗ്യത്തിന് അമ്മുവിന്റെ സെയിം സബ്ജക്റ്റും. അച്ഛൻ ഇതിന് സമ്മതിച്ചാൽ മാത്രം മതി. അവനെ കോളേജിൽ ചേർക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നിന്റെ സർട്ടിഫിക്കറ്റ്സും പഠിച്ച കോളേജിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉടനെ തന്നെ രാജീവിനെ ഏൽപ്പിക്കണം. ഇക്കൊല്ലം മുതൽ അമ്മുവിന്റെ കോളേജിൽ നിന്നെയും ചേർക്കുക. അയ്യോ, എന്നെ കോളേജിൽ ചേർക്കേ? എനിക്കിനി കോളേജിലും ചേരണ്ട. അതുമല്ല, ഞാൻ പാതിൽ വെച്ച് പഠിപ്പൊക്കെ നിർത്തിയതാ. എനിക്കിനി പഠിക്കണ്ട. അതിന് പഠിക്കാനാ നിന്നെ കോളേജിൽ വിടുന്ന ആരാ പറഞ്ഞേ? ഇത് പഠിക്കാനൊന്നുമല്ല, അമ്മുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാ. ഇവരുടെ ബോഡി ഗാർഡായിട്ടാ നീ പോണേ. കൂടെ ഈ നീലാംബരനും പിന്നെ ഈ നിൽക്കുന്ന മല്ലികയും ഉണ്ടാവും. അയ്യോ, അപ്പൊ ഞങ്ങളെ കോളേജിൽ ചേർത്താ? ചേർത്തു. കോളേജിലല്ല, പന്നി വളർത്തുന്ന കേന്ദ്രത്തില്. എടാ മരക്കഴുതേ, അവർക്ക് അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാനാ, അല്ലാതെ കോളേജ് കുമാരനും കുമാരുമായിട്ടല്ല നിങ്ങളെ അങ്ങോട്ട് കെട്ടിയടിക്കണേ. മനസ്സിലായോ? ശരി, നീ പൊയ്ക്കോളൂ. അവിടെ വന്നേ. അത് കോളേജാണ്, ഞങ്ങളുടെ കൺവെട്ടത്തും അല്ല. ഇനി അവിടെ ചെന്ന് നിന്റെ വിധം മാറരുത്. ഇല്ല മാഡം, ഇനി മുതൽ അമ്മുവിന്റെ കൂടെ നിഴൽ പോലെ ഞാനുണ്ടാവും, ഒരു പെർഫെക്റ്റ് ബോഡി ഗാർഡായിട്ട്. മാലയായിരുന്നു, ഞാൻ വിചാരിച്ചു പുഷ്പവാതിലായിരിക്കും. എന്തോ നാടായിരുന്നു ഇതെന്താ?
ഒരു റോസാപ്പൂ തന്നാ പോരായിരുന്നോ? നമ്മുടെ സൈസിന് അത് തന്നെ ബൊക്കയാ.